അതെ, നമുക്കിന്ന് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? നമുക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വരട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, സവാള, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കൂടി പച്ചമുളകും കൂടി ചതച്ചത്, സവാളയും കൂടി ഒപ്പിട്ട മറ്റേ സൺഫ്ലവർ ഓയിൽ മൂപ്പിച്ചത്, പിന്നെ ചോപ്പ് ചെയ്തിട്ട ബീഫ് വേവിച്ചതും കൂടെ കൂടി, പിന്നെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും, ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും, അത് മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലും, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഓക്കെ, അതിനുശേഷമാണ് കേട്ടോ നമ്മളിതിനെ ബോൾ പോലെ ആക്കിയെടുക്കണത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്തേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലോ, ഇന്ന ഷേപ്പ് വേണമെന്നൊന്നുമില്ല. എന്നാലും ഏകദേശം കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണ്ടാക്കി നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് പിന്നീടാണെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ മുട്ടയും നമ്മളവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡിൽ നമ്മൾ എന്താ പറയുക, പൊതിഞ്ഞെടുക്കണം. ആ പൗഡറൊക്കെ ഈ നമ്മുടെ കട്ട്ലേറ്റിൽ പിടിച്ച് പൊതിഞ്ഞ് കിട്ടണം. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലിൽ ഇട്ടേക്ക്, മുക്കി പൊരിച്ചൊന്നുമില്ല കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. മൊത്തം ഒറ്റയടിക്ക് ഉണ്ടാക്കത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചാലോ? കണ്ടോ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ നമ്മുടെ ഈ ബീഫ്